നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. പ്രമുഖ മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ പ്രചാരണം ശക്തമായി. സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടമോടുന്ന ഇടതുപക്ഷം അവസാനം കിട്ടിയ ആളെ സ്ഥലനാമം പഠിപ്പിക്കേണ്ട ഗതികേടിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്. LDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 23-ന് കരിമണ്ണൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് കോടിക്കുളം കുമാരമംഗലം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. പ്രമുഖ മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ പ്രചാരണം ശക്തമായി. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും നിർണായക ശക്തിയാകാൻ NDAയും കടുത്ത പോരാട്ടത്തിലാണ്. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മകൻ അബു ജോൺ ജോസഫ് UDF സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കേരള കോൺഗ്രസ് MLA സിറിയക് ചാഴികാടനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. NDAയ്ക്കായി 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ടും ആം ആദ്മി പാർട്ടിക്കായി ബേസിൽ ജോണും ഇവിടെ മത്സര രംഗത്തുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസും തമ്മിലാണ് പ്രധാന പോരാട്ടം. BDJSലെ പ്രതീഷ് പ്രഭയും ഇവിടെ സജീവമാണ്. തിരിച്ചുവരവുകളുടെ പോരാട്ടം നടക്കുന്ന ഉടുമ്പൻചോലയിൽ മുൻ MLA KK ജയചന്ദ്രൻ LDFനായി കളത്തിലിറങ്ങുമ്പോൾ സേനാപതി വേണുവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമം. BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ട്. ദേവികുളത്ത് A രാജയും F രാജയും തമ്മിലുള്ള രാജ പോരാട്ടത്തിനിടയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മുൻ MLA S രാജേന്ദ്രൻ എത്തിയത് മത്സരത്തിന്റെ വീറും വാശിയും വർദ്ധിപ്പിക്കുന്നു. പീരുമേട്ടിൽ CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാറും കോൺഗ്രസിലെ സിറിയക് തോമസും തമ്മിലാണ് പ്രധാന മത്സരം. V രതീഷാണ് NDA സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടെ ജില്ലയിൽ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ പൂർണ്ണ രൂപത്തിലാകും. വരും ദിവസങ്ങളിൽ പ്രമുഖ നേതാക്കൾ കൂടി എത്തുന്നതോടെ മലനാട് തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടമോടുന്ന ഇടതുപക്ഷം അവസാനം കിട്ടിയ ആളെ സ്ഥലനാമം പഠിപ്പിക്കേണ്ട ഗതികേടിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്. UDF സ്ഥാനാർത്ഥിയായ അബു ജോൺ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ആലക്കോട് സംഘടിപ്പിച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ UDF ഘടകകക്ഷികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടമോടുന്ന ഇടതുപക്ഷം അവസാനം കിട്ടിയ ആളെ സ്ഥലനാമം പഠിപ്പിക്കേണ്ട ഗതികേടിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആലക്കോട് സംഘടിപ്പിച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു നഗരമായി മാറ്റുന്നതിനും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വികസനത്തിന്റെ വലിയൊരു കുതിപ്പിലും പാത്രീഭവിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, അതിന് അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ആ പ്രായവും പക്വതയുമെല്ലാം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഇവിടെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അയൽ ജില്ലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇവിടെ സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് നാമധേയത്തെ പരിചിതപ്പെടുത്തി എടുക്കുന്ന ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ കാര്യത്തിലൊക്കെ ഒരു വലിയ മുന്നേറ്റം സ്വാഭാവികമായും തന്നെ സംഭവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യോഗത്തിൽ UDF ഘടകകക്ഷികളുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രചാരണ തന്ത്രങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായി. യോഗത്തിൽ പ്രാദേശിക പ്രശ്നങ്ങൾ, വോട്ടർമാരുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കൽ, വീടുകളിലെത്തി വോട്ടുകൾ അഭ്യർത്ഥിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മണ്ഡലം ചെയർമാൻ KM കാസിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ CV ജോമോൻ, തോമസ് കക്കുഴി, ടോമി കാവാലം, TV പാപ്പു,
അഗസ്റ്റിൻ കല്ലടിക്കൽ, VM ചാക്കോ, ബിനു എബി, ജാൻസി മാത്യു, ബിനു ലോറൻസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. LDF സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സംതൃപ്തിയോടെ നേരിടുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തന്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സംതൃപ്തിയോടെ നേരിടുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യത്തേതെന്ന് റോഷി അഗസ്റ്റിൻ. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥ് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് നൽകിയത്. ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, CPI മണ്ഡലം സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, NCP ജില്ലാ പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കൽ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ചെമ്പൻ കുലമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് റോഷി പത്രികാ സമർപ്പണത്തിനായി ജില്ലാ കളക്ടറേറ്റിലേക്ക് പുറപ്പെട്ടത്. പത്രിക സമർപ്പിച്ചതിനു ശേഷം കട്ടപ്പന, കാമാക്ഷി എന്നിവിടങ്ങളിലായിരുന്നു റോഷിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 23-ന് കരിമണ്ണൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കരിമണ്ണൂർ തേക്കിൻകോട് ജംഗ്ഷനിൽ നിന്ന് പ്രകടനം നടത്തും. തുടർന്ന് നടത്തുന്ന സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 34-ാം ഇടുക്കി ജില്ലാ സമ്മേളനം കരിമണ്ണൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് 23-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രകടനം 23-ന് രാവിലെ 9:30-ന് കരിമണ്ണൂർ തേക്കിൻകൂട്ടം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് പാരിഷ് ഹാളിൽ വെച്ച് ഉദ്ഘാടന സമ്മേളനം നടത്തും. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മോളിക്കുട്ടി മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിക്കും. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ ജീൽസ് ജോൺ സ്വാഗതം ആശംസിക്കും. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, KPSTA ഇടുക്കി ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, NGO യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി CS മഹേഷ് എന്നിവർ ആശംസകൾ നേരും. തുടർന്ന് മുൻകാല നേതാക്കളെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം BK മാണി, NR നാരായണൻ, ഖദീജ ഉമ്മ, PK സുകുമാരൻ, അന്തർദേശീയ നീന്തൽ താരം ബേബി വർഗീസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. ഞങ്ങളുടെ സംഘടനയുടെ 34-ാം ഇടുക്കി ജില്ലാ സമ്മേളനം കരിമണ്ണൂരിൽ വെച്ച് ചേരുകയാണ്. ബഹുമാന്യനായ തൊഴിൽ MLA ശ്രീ PJ ജോസഫ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ സംഘാടക സമിതി കരിമണ്ണൂർ രൂപീകരിച്ചിരുന്നു. ആ സംഘാടക സമിതി ചെയർമാൻ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യ ശ്രീ ജിൻസ് ജോൺ ആണ്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് തുടങ്ങിയവരിൽ പങ്കെടുക്കുന്നുണ്ട്. KSTയുടെ ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി CS മഹേഷ്, KPSTയുടെ നേതാവ് ഷിൻഡോ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ അന്തർദേശീയ നീന്തൽ താരം ശ്രീ ബേബി വർഗീസ്, ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻ ശ്രീ ജോസഫ് ജോൺ എന്നിവരെ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ആദരിക്കപ്പെടുന്നത് സംഘടനയുടെ മുൻകാല പ്രവർത്തകരായിരുന്ന സീനിയർമാരായിരുന്ന ശ്രീ NR നാരായണൻ, ശ്രീമതി ഖദീജ ഉമ്മ, K മത്തായി എന്നിവരെയും ആദരിക്കുന്നു. ഒരു പുസ്തക പ്രകാശനം ഞങ്ങളുടെ സംഘടനയുടെ ഒരു സാംസ്കാരിക വേദിയുണ്ട്. അതിൻ്റെ ഒരു പുസ്തക പ്രകാശനം SS കലാർ എന്ന് പറയുന്ന S ശശിധരൻ എഴുതിയ അങ്കന എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്ററാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KSSPU ജില്ലാ സെക്രട്ടറി ഇൻചാർജ് PP സൂര്യകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി PK സുകുമാരൻ, ട്രഷറർ T ചെല്ലപ്പൻ, ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ, സെക്രട്ടറി K ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് കോടിക്കുളം, കുമാരമംഗലം പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള സമരത്തിൽ ഏപ്രിൽ 9-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് കോടിക്കുളം, കുമാരമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുകയും കേരളത്തെ വീണ്ടെടുക്കാനുള്ള സമരത്തിൽ ഏപ്രിൽ 9-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുവാനും ഒരു വികസനത്തിൻ്റെ സന്ദേശം, കേരളത്തിൻ്റെ ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശം
ഈ പ്രദേശത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളിലേക്കും എത്തിക്കാൻ സാധിക്കുമെന്ന് ഉള്ള വിശ്വാസവും ബോധ്യവുമുണ്ട്. ഏപ്രിൽ മാസം 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇതൊരു കേരളത്തിൻ്റെ വീണ്ടെടുപ്പ് സമരമായി ഇതിനെ കണ്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും കേരളത്തിൻ്റെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഉജ്ജ്വല വിജയമായിട്ട് UDF ഭരണത്തിൽ തിരിച്ചെത്തും. കോടിക്കുളം പഞ്ചായത്തിലെ കൊടുവേലി, ചാലയ്ക്കമുക്ക്, വെസ്റ്റ് കോടിക്കുളം, കുമാരമംഗലം എന്നിവിടങ്ങളിലാണ് ശനിയാഴ്ച പര്യടനം പൂർത്തീകരിച്ചത്. UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള UDF പഞ്ചായത്ത് തല കൺവെൻഷനുകൾ ശനിയാഴ്ച ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് 3-ന് മണക്കാട്, 4-ന് പുറപ്പുഴ, 5-ന് കരിങ്കുന്നത്തും, 22-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3-ന് വെള്ളിയാമറ്റം, 4-ന് കരിമണ്ണൂർ, 5-ന് കുമാരമംഗലം, 6-ന് ആലക്കോട്, 23-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3-ന് വണ്ണപ്പുറം, 4-ന് ഉടുമ്പന്നൂർ, കോടിക്കുളം, 5-ന് മുട്ടം, 6-ന് ഇടവെട്ടി എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയി വാരികാട്ടിന്റെ മണ്ഡലം പര്യടനം കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ നടന്നു. മുതലക്കോടം പള്ളിയിൽ നിന്നും പ്രാർത്ഥനയോടെ ആരംഭിച്ച പ്രചരണ പരിപാടികൾ വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട്, പുളിക്കത്തൊട്ടി, പട്ടയക്കുടി, വെള്ളക്കയം എന്നിവിടങ്ങളിലും കോടിക്കുളം പഞ്ചായത്തിലും പര്യടനം നടത്തി. നാടിന്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ ഭാവിക്കും NDA ഭരണമാണ് ആവശ്യമായതെന്നും അതിനായി ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്യണമെന്നും റോയി വാരികാട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയി വാരികാട്ടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. വണ്ണപ്പുറം, മുള്ളരിങ്ങാട്, പുളിക്കത്തൊട്ടി, പട്ടയക്കുടി, കോടിക്കുളം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ പ്രദേശങ്ങളിൽ നടന്ന സന്ദർശനങ്ങളിൽ വലിയ ജനപങ്കാളിത്തമാണ് കാണപ്പെട്ടത്. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നും ജനങ്ങളുടെ നിലനിൽപ്പിനും പുരോഗതിക്കും മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് മുള്ളരിങ്ങാട് മേഖലയിലെ വന്യജീവി വനം പ്രശ്നങ്ങൾ വർഷങ്ങളായി പരിഹാരമില്ലാതെ തുടരുകയാണെന്നും BJP നയിക്കുന്ന NDA സർക്കാർ വന്നാൽ മാത്രമേ ഇതിന് സ്ഥിര പരിഹാരം കാണാൻ കഴിയൂവെന്ന ബോധ്യം ജനങ്ങളിൽ ശക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് മുള്ളിരിങ്ങാട്, പട്ടയക്കുടി, വണ്ണപ്പുറം മേഖലകളിലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ, ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. അവരെല്ലാം കണ്ടു. ഇന്ന് ഈ തിരുവുത്സവത്തിന് ഇവിടെ എത്താൻ പറ്റിയതും ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ഒരു നാടിൻ്റെ പഴയ കാലത്താണെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്സവമാണെങ്കിൽ ഇന്നിപ്പോൾ ആത്മീയമായി ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു പ്രാർത്ഥനാ വേളയിൽ ഇവിടെ എത്താൻ പറ്റി എന്നത് ഒരു നന്മയായി കരുതുന്നു. ഈ പ്രദേശത്തിന് മുഴുവൻ ഈ ഉത്സവവും ഇവിടുത്തെ പ്രാർത്ഥനകളും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഗ്രാമീണ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന വഴി മുളരിങ്ങാട് പ്രദേശത്ത് ലഭിച്ച റോഡ് വികസനം ജനങ്ങൾ വലിയ നേട്ടമായി കാണുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാലം സംസ്ഥാനത്ത് അധികാരമില്ലാതിരുന്നിട്ടും ജനങ്ങൾക്ക് ലഭിച്ച ഈ വികസനങ്ങൾ വലിയ വിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അധികാരം ലഭിച്ചാൽ NDA ഇനിയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷ ജനങ്ങളിൽ ഉയർന്നു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിന്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ ഭാവിക്കും NDA ഭരണമാണ് ആവശ്യമായതെന്നും അതിനായി ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പട്ടയക്കുടി പഞ്ചമല ക്ഷേത്രത്തിലും കോടിക്കുളം ചന്ദ്രപ്പള്ളിക്കാവും തൃക്കോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തി. ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പെരുമ്പിള്ളിച്ചെറിയും STU ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ഈദുൽ ഫിത്തർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയം, മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് സ്നേഹ സംഗമം നടത്തിയത്. വേഗവരയുടെ ലോകവിസ്മയം ഡോക്ടർ ജിതേഷ് ജി സംഗമം ഉദ്ഘാടനം ചെയ്തു. റമദാനിന്റെ പൊരുളറിഞ്ഞ സ്നേഹസംഗമം മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെയും 500ഓളം അന്തേവാസികൾക്ക് പെരുന്നാൾ സന്തോഷം പകരുന്നതായി. പെരുമ്പള്ളിച്ചിറ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ദിവ്യരക്ഷാലയത്തിൽ ചെറിയ പെരുന്നാൾ സ്നേഹവിരുന്ന് നടത്തിയത്. വിഭവസമൃദ്ധമായ പെരുന്നാൾ സദ്യയും മദർ ആൻഡ് ചൈൽഡിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഒരുക്കിയാണ് പെരുന്നാൾ ആഘോഷം നടത്തിയത്. ആഘോഷങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അർത്ഥവത്താക്കുകയായിരുന്നു ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകർ. സ്നേഹസംഗമം ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു. സഹജീവി സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മഹനീയ മാതൃകയാണ് ഈദുൽ ഫിത്തർ എന്ന് അദ്ദേഹം പറഞ്ഞു. അപരനോടുള്ള കരുതലാണ് സംസ്കാരം. കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. അപരനോട് കരുതൽ. അവരുടെ മുറിവേറ്റ മനസ്സിന്റെ ഭാഷ മനസ്സിലാകുന്നവനാണ് ഏറ്റവും വലിയ ജ്ഞാനി. അങ്ങനെ നോക്കുമ്പോൾ അന്യജീവൻ ഉതകി ജീവിക്കുന്ന ഈ മനുഷ്യരൊക്കെ തന്നെ വലിയ മനുഷ്യർ തന്നെയാണ്. ആ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത്.
അപ്പോൾ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഏറ്റവും കവിത തോന്നുന്ന കാവ്യാത്മകമായ ഉദ്ബോധനങ്ങൾ തന്നെയാണ്. ഒന്നല്ല, അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരല്ല. അപകടത്തിലേക്ക് പോകുന്നത് വരെ മനുഷ്യൻ വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ പഠിപ്പ് അവരുടെ മനസ്സിനെ മനസ്സിലാക്കാനാണ്. അവരെ മനസ്സിലാക്കാത്ത ഒരു അറിവല്ല. അവരെ അംഗീകരിക്കാത്ത, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനും മനുഷ്യനല്ല. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ നിസാർ പഴേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സദസ്സിൽ നിന്നും ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ഗാനം ആലപിക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങളോടൊപ്പം ഈ പെരുന്നാൾ കാലഘട്ടത്തിൽ ഞങ്ങളെ ഈസ്റ്ററും ദുഃഖവെള്ളിയുമൊക്കെ അടുത്ത ആഴ്ച വരികയാണ്. വിഷു വരികയാണ്. ഈ കേരളത്തിൻ്റെ നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സാധിച്ചേരും. അതുപോലെ ജിതേഷ് ജി, നമുക്കറിയാം, എന്നെ നേരിട്ട് കാണുന്നതിനേക്കാൾ മനോഹരമായൊരു ചിത്രം കയ്യൊന്ന് മാറ്റിക്കളഞ്ഞു അവിടെ വരച്ച ഇദ്ദേഹത്തിന് നിന്ന് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഏവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. നിങ്ങളെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുക. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM അബ്ബാസ് മാസ്റ്റർ പെരുന്നാൾ സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറിമാരായ സലീം കൈപ്പാടം, PMA റഹീം, STU ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽപുരയിടം, ജനറൽ സെക്രട്ടറി VH മുഹമ്മദ്, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീർ വാണിയപ്പുര, അജാസ് പുത്തൻപുര, PU ബഷീർ, PM സുലൈമാൻ, MA ഷിഹാബ്, TK അബ്ദുൾ കരീം, സുലൈമാൻ വെട്ടിക്കൽ, MU ജമാൽ, ഭീമ അനസ്, ലൈല കരീം ഇടിവെട്ടാങ്കുന്നിൽ എന്നിവർ സംസാരിച്ചു. ദിവ്യരക്ഷാലയം ഡയറക്ടർ ടോമി മാത്യു സ്വാഗതവും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോഷി ഓടയ്ക്കൽ നന്ദിയും രേഖപ്പെടുത്തി. ഒരു രക്ഷാലയമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ഒരു പാട്ടുപാടിക്കൊണ്ട് അല്പസമയം, വളരെ തിരക്കാണ്, സ്ഥാനാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാവേരി ഫ്യൂവൽസ് വണ്ടമറ്റം നെയ്യശ്ശേരി കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ കീഴിൽ ഏറ്റവും ഗുണമേന്മയേറിയ പെട്രോൾ, ഡീസൽ ഇന്ധനങ്ങളും അനുബന്ധ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാക്കുമെന്നും ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാ മാന്യ ഉപഭോക്താക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. കാവേരി ഫ്യൂവൽസ് വണ്ടമറ്റം നെയ്യശ്ശേരി കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ കീഴിൽ ഏറ്റവും ഗുണമേന്മയേറിയ പെട്രോൾ, ഡീസൽ ഇന്ധനങ്ങളും അനുബന്ധ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുജിജോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെർലി റോബി, നെടുമറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനീഷ് പി ലൂക്കോസ്, മുൻ പ്രസിഡന്റ് സാബു കേശവൻ, ഷേർലി ആന്റണി തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
നമ്മുടെ കോളിക്കുളം പഞ്ചായത്തിൻ്റെ ഇതിലൊരു പെട്രോൾ പമ്പ് വരിക എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യകരമായ ഒരു പ്രസ്ഥാനമാണ്. പട്ടയങ്കവല കഴിഞ്ഞാൽ പിന്നെ വണ്ണപ്പുറത്താണ് പിന്നെ ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. ഇവിടെയുള്ള ആളുകളൊക്കെ എത്രയും ദൂരെ പോയി പെട്രോൾ അടിക്കേണ്ട ഒരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായതിൽ വളരെയധികം സന്തോഷം. ഇത് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥനകളോടെ നിർത്തുന്നു. പെട്രോൾ, ഡീസൽ ഫില്ലിംഗ് സേവനങ്ങൾക്ക് പുറമെ നൈട്രജൻ ഫില്ലിംഗ്, എയർ ഫില്ലിംഗ്, ആഡ്ബ്ലൂ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഉപഭോക്താക്കൾക്ക് ഇന്ധനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാ മാന്യ ഉപഭോക്താക്കളും സഹകരിക്കണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന ഭാരത് PPC ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ കീഴിലുള്ള പമ്പാണിത്. ഇവിടെ കാവേരി ഫ്യൂൽസ് എന്ന നാമധേയത്തിലാണ് നമ്മൾ ഈ പമ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒരു പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എവിടെ ചെന്നാലും പെട്രോളും ഡീസലും ഇതേ അളവിലും ഇതേ ക്ലാരിറ്റിയിലുമുള്ള പെട്രോളും ഡീസലും എവിടെ ചെന്നാലും കിട്ടും. പക്ഷെ അതല്ല, നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് ഒരു പെട്രോൾ പമ്പ് നല്ല രീതിയിൽ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സർവീസ് നൽകുക എന്നുള്ളതാണ് ഒരു പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ കാര്യം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ലളിതമായ ചടങ്ങുകളോടെയാണ് പമ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല നിക്ഷേപക സംഗമം നടത്തി. വ്യവസായ വാണിജ്യ ഡയറക്ടർ P. വിഷ്ണുരാജ് IAS സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലീഡ് ബാങ്ക് മാനേജർ വർഗീസ് M. മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല നിക്ഷേപ സംഗമം തൊടുപുഴ ലയൺസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ലീഡ് ബാങ്ക് മാനേജർ വർഗീസ് M. മാത്യു അധ്യക്ഷത വഹിച്ചു. വ്യവസായ വാണിജ്യ ഡയറക്ടർ P. വിഷ്ണുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മാനുഫാക്ചർ എന്നുള്ള എല്ലാ സർവീസും ട്രേഡും ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഞങ്ങൾ ചെയ്യുന്ന മാനുഫാക്ചറിങ് സെക്ടർ വന്നെങ്കിൽ അതിന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തുകകൾ നമ്മൾ ലാൻഡായിട്ടും അതേപോലെ ബിൽഡിങ്ങിലും മറ്റ് ടാക്സായിട്ടും എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നതാണ്. സർവീസും ട്രേഡിനകത്തും അങ്ങനെയല്ല. അന്നേരം ഏത് രാജ്യത്തിൻ്റെയും നട്ടല് MSMEയിലും മാനുഫാക്ചറിങ് സെക്ടറാണ്. അന്നേരം മാനുഫാക്ചറിങ് സെക്ടറിന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമാണ് ബാങ്കും ഇപ്പോഴും വ്യവസായ വകുപ്പും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തന്നെ ഇന്ത്യൻസിനെ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവുകളാണ്, അത് മാറിയിട്ട് റിസോഴ്സ് പേഴ്സണായി. അന്നേരം ഇതിന് പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു മാറ്റങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ നമ്മുടെ KSSIയുടെ 65 വർഷം പാരമ്പര്യമുള്ള ഈ സംഘടന 45 ഗവൺമെൻറ് കമ്മിറ്റിയിൽ പ്രാതിനിധ്യമുണ്ട്. അന്നേരം കേരളത്തിൽ വ്യവസായത്തിൻ്റെ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുകയും വ്യവസായത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഏത് ഗവൺമെൻറ് വന്നാലും കേരളത്തിലേക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, അതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമാണ് നമുക്കുള്ളത്. എന്നാൽ അതിൽ പൂർണ്ണ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് പുതിയ സംരംഭകർ നമ്മൾ തൊഴിലന്വേഷിച്ച് പോകുന്നതിന് പകരം തൊഴിൽ മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പ്രസിഡന്റ് A. നിസാറുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു. സംരംഭക മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആവശ്യകതയും ഡിജിറ്റൽ മാർക്കറ്റിംഗും എന്ന വിഷയത്തിൽ സെമിനാറും തുടർന്ന് KSSIA പ്രസിഡന്റ് സുനിൽ വഴുതലക്കാടിന്റെ നേതൃത്വത്തിൽ സംരംഭ വികസനം, നിക്ഷേപ സാധ്യതകൾ, പുതിയ ബിസിനസ് പ്രവണതകൾ എന്നിവയെക്കുറിച്ച് പാനൽ ചർച്ചയും നടന്നു.
ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ സാമുവേൽ സ്വാഗതം ആശംസിച്ചു. നബാർഡ് DGM അരുൺ MS, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ സ്മിത ജേക്കബ്, സുരേഷ് കുമാർ P എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സ് ഉപജില്ലാ വ്യവസായ ഓഫീസർ വിനോദ് KS നന്ദി പറഞ്ഞു. സംരംഭകർക്ക് പുതിയ അറിവും മാർഗനിർദ്ദേശവും നൽകുന്ന പ്രയോജനകരമായ വേദിയായി പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിലക്കുറവിന്റെ വിസ്മയമൊരുക്കി തൊടുപുഴ ഒലീവ് ഫർണിച്ചറിൽ ഇയർ എൻഡിംഗ് സെയിൽ ആരംഭിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അച്ചൻകവലിയിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശത്താണ് ഒലീവ് ഫർണിച്ചർ. വിലക്കുറവിന്റെ മഹാവിസ്മയമാണ് ഒലീവ് ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നത്. തേക്ക്, മഹാഗണി, അക്കേഷ്യ, മാഞ്ചിയം തുടങ്ങിയ തടികളിൽ നിർമ്മിച്ച സോഫ, ഡൈനിങ് സെറ്റ്, വാർഡ്രോബ്സ്, കോട്ട്, മാട്രസ്, ടീപോയ്, ഷൂറാക്ക്, സ്റ്റഡി ടേബിൾ, ഓഫീസ് ചെയർ, സിറ്റൗട്ട് ചെയർ, ഊഞ്ഞാൽ, ചാരുബെഞ്ച് തുടങ്ങിയവയുടെ അതിവിപുല ശേഖരമാണ് ഒലീവ് ഫർണിച്ചറിൽ ഒരുക്കിയിരിക്കുന്നത്. മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 കസേരയും അടങ്ങുന്ന ഡൈനിങ് സെറ്റിന് 29,900 രൂപയും ക്വീൻ സൈസ് കട്ടിലും ബെഡും അടങ്ങുന്ന കോംബോയ്ക്ക് 19,900 മാത്രമാണ് വില. സോഫ സെറ്റിന് 16,900 രൂപയ്ക്കും ലഭിക്കും. കൂടാതെ ക്വീൻ സൈസ് കട്ടിൽ, ബെഡ് സൈസ് ടേബിൾ, ഡ്രസ്സിംഗ് ടേബിൾ, 3 ഡോർ വാർഡ്രോബ് എന്നിവ അടങ്ങുന്ന ബെഡ്റൂം പാക്കേജിന് 29,900 രൂപയ്ക്കും ലാമിനേറ്റഡ് ആയ ബെഡ്റൂം പാക്കേജിന് 35,900 രൂപയ്ക്കും ലഭിക്കും. ഇതോടൊപ്പം ക്ലിയറൻസ് സെയിലിൽ പ്രീമിയം സോഫയ്ക്ക് വൻ വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ വില വരുന്ന സോഫയ്ക്ക് 47,000 രൂപ മാത്രമാണുള്ളത്. 89,500 രൂപ വില വരുന്ന സോഫയ്ക്ക് 35,900 രൂപയും 64,800 രൂപ വില വരുന്ന സോഫയ്ക്ക് 29,900 രൂപയുമാണ് വില. കൂടാതെ 74,500 രൂപ വില വരുന്ന കോർണർ സോഫയ്ക്ക് 35,900 രൂപയും 85,000 രൂപ വിലയുള്ള സോഫയ്ക്ക് 29,900 രൂപയും റീക്ലൈനർ സെറ്റിന് 16,900 രൂപയും എന്നിങ്ങനെ മനംവയ്ക്കുന്ന വിലക്കുറവും ഒലീവ് ഫർണിച്ചറിൽ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ഫർണിച്ചറിനും 5 വർഷത്തെ വാറന്റിയാണ് ഒലീവ് ഫർണിച്ചർ നൽകുന്നത്. കൂടാതെ EMI-യിൽ ഫർണിച്ചർ വാങ്ങുവാനും അവസരമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീം അനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്ത് നൽകുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഫർണിച്ചറിന്റെ അതിവിപുലമായ ശേഖരം അനുഭവിച്ചറിയാൻ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അച്ചൻകവലയിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശത്തുള്ള ഒലീവ് ഫർണിച്ചർ സന്ദർശിക്കും. തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി PT വർഗീസ് മത്സരിക്കും. പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച PT വർഗീസ് നിലവിൽ ട്രേഡ് യൂണിയൻ AIUTUC ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയുമാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി PT വർഗീസ് മത്സരിക്കും. 1986-89 കാലഘട്ടത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചരിത്ര വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ AIDSOയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നിലവിൽ ട്രേഡ് യൂണിയൻ AIUTUC ജില്ലാ കമ്മിറ്റി അംഗവും നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയുമാണ്. കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ പാർട്ടികളും കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരം വിജയിപ്പിക്കുവാൻ നേതൃത്വപരമായി പങ്കുവഹിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ പേര് PT വർഗീസ്. ഞാൻ SUCI കമ്മ്യൂണിസ്റ്റിൻ്റെ തൊടുപുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. SUCI നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ ജനകീയ സമരങ്ങളുടെയും മുൻപന്തിയിലും സംഘാടകരുമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാജ്യത്ത് വിലക്കയറ്റം മുതൽ എല്ലാ ജീവിത ദുരിതങ്ങളും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന മുന്നണികൾ ഏതായാലും നമുക്ക് സാധാരണ പണിയെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ആശാമാർ, നേഴ്സുമാർ എല്ലാവർക്കും ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ ഒരു ജനകീയ മുന്നണി അല്ലെങ്കിൽ ജനകീയ സമരത്തിൻ്റെ ഭാഗത്തേക്ക് നിന്ന പാർട്ടിയാണ് SUCI. ആയതിനാൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ SUCI ഒരു സമര മുന്നണി എന്ന നിലയ്ക്ക്
ജനങ്ങളുടെ ഒരു സമരശക്തി എന്ന നിലയ്ക്കാണ് മത്സരിക്കുന്നത്. ഇതിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് SUCI കമ്മ്യൂണിസ്റ്റിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവർ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. പ്രമുഖ മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ പ്രചാരണം ശക്തമായി. സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടമോടുന്ന ഇടതുപക്ഷം അവസാനം കിട്ടിയ ആളെ സ്ഥലനാമം പഠിപ്പിക്കേണ്ട ഗതികേടിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്. LDF സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 23-ന് കരിമണ്ണൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് കോടിക്കുളം കുമാരമംഗലം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.